ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഭാഗം നോക്കിക്കഴിഞ്ഞാൽ വളരെ വിഷമമുള്ള കാര്യമാണ്. പിന്നെ ഒരു ഭാഗം നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് നല്ല സന്തോഷമുണ്ട്. എനിക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റി, എനിക്കിങ്ങനെ ചെയ്യാൻ ഒരു മനസ്സുണ്ടല്ലോ, അങ്ങനെ ഒരു സന്തോഷമുണ്ട്. മനസ്സുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 5ാം ക്ലാസ് തൊട്ടുള്ള ഒരു ആഗ്രഹമാണ്. എനിക്ക് എല്ലാവരും ഹെൽപ്പ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. നമ്മളൊന്നും ഇങ്ങോട്ട് എക്സ്പെക്റ്റ് ചെയ്തിട്ടല്ല, ഞാൻ നിങ്ങളൊന്നും പ്രതീക്ഷിക്കാറില്ല. ഒരാൾക്ക് എന്ത് കൊടുക്കുകയാണെങ്കിലും, എന്താണെങ്കിലും, ഒരു തുണി വാങ്ങിക്കി കൊടുക്കുകയാണെങ്കിലും, അതുപോലെ തന്നെ ഫുഡ് വാങ്ങിക്കൊടുക്കുകയാണെങ്കിലും, ഒരു രൂപ കൊടുക്കുകയാണെങ്കിലും നമ്മൾ ഇങ്ങോട്ടൊന്നും എക്സ്പെക്റ്റ് ചെയ്യില്ല. ഞാൻ ഇങ്ങോട്ടൊന്നും എക്സ്പെക്റ്റ് ചെയ്യാറേ ഇല്ല. പക്ഷെ എനിക്കത് കൊടുത്തു കഴിയുമ്പോഴത്തെ എന്തൊരു സന്തോഷമാണെന്നറിയാം, ഭയങ്കര സന്തോഷമാണ്. അപ്പം അതുപോലത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മളെ ചുറ്റുവട്ടത്തും ഇതുപോലെ ഫുഡ് കഴിക്കാണ്ടും അതുപോലെ തന്നെ ഡ്രസ്സില്ലാണ്ടൊക്കെ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് വിഷമമായി. നമ്മളൊക്കെ എത്ര ലക്കിയാണെന്ന് വിചാരിച്ചു പോയി. ഞാനൊക്കെ പിന്നെ ഭയങ്കര ലക്കാണ്. കാരണം വെച്ചാൽ നമുക്ക് ഇഷ്ടാനുസരണം ഡ്രസ്സ്, ചെരുപ്പ്, നമ്മുടെയൊക്കെ ലൈഫ് സുഖമാണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എത്ര ബെറ്ററാണ്. അപ്പം നമ്മളെ കൊണ്ടാവുന്നത് ഒരു ചെറിയൊരു തുണി വാങ്ങിച്ചു കൊടുക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത്രയും നല്ലത്. ഒരു നേരത്തെ ഫുഡ് കൊടുക്കാന്ന് വെച്ചാൽ അത്രയും നല്ലത്. അപ്പം ഞാൻ അത്രയും ചിന്തിക്കുന്നുള്ളൂ. അല്ലാണ്ട് കുറേ കോടിക്കണക്കിന് രൂപയോ ലക്ഷങ്ങളോ കൈ വെച്ച് കൊടുക്കുക അങ്ങനെയൊന്നുമല്ല. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് വീഡിയോയ്ക്ക് വേണ്ടി ചെയ്യുന്നതല്ല. അപ്പം ഞാൻ ഇന്നലെയാണ് അറിയുന്നത്, എൻ്റെ ഫ്രണ്ടിൻ്റെ മമ്മി വഴിയാണ് അറിയുന്നത്, ഇങ്ങനെ ഫുഡ് കഴിക്കാണ്ട് ഉള്ളവർക്ക് ഫുഡ് ആൻറ്റി വീട്ടിൽ നിന്ന് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരെ വീട്ടിൽ നിന്ന് അവരുടെ ഡ്രസ്സുകളും കാര്യങ്ങളൊക്കെ, അത്യാവശ്യം നല്ല ഡ്രസ്സുകളൊക്കെ അവരിങ്ങനെ കഴുകി നീറ്റാക്കി കവറിലാക്കിയിട്ട് അവർ അവിടെ ആർക്കാണ് കൊടുക്കാൻ അവർ ഉദ്ദേശിക്കുന്നത് അവർക്ക് കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. പേരൊന്നും ഞാൻ പറയുന്നില്ല. അപ്പോൾ നമ്മളിവിടെ ഏരിയയിൽ തന്നെയാണ്. അപ്പോൾ അതുപോലെ എനിക്കും ചെയ്യണമെന്നൊരാഗ്രഹമുണ്ട്. അപ്പോൾ ഞാൻ ആ ആൻറ്റീൻ്റെ അടുത്ത് പറഞ്ഞു, ആൻറ്റി എൻ്റെ ഉണ്ട് ഇങ്ങനെ ഡ്രസ്സുകളും കാര്യങ്ങളും ഉണ്ട്. വെറുതെ നമ്മളങ്ങനെ ഒരുപാട് ഡ്രസ്സുകൾ എടുത്ത് വെക്കണമല്ലേ, നമുക്ക് ആവശ്യമുള്ളത് മതി. നമ്മൾ ഇടാത്തത് പിന്നെ നമുക്ക് ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് കഴുകി വൃത്തിയാക്കി വെച്ച ഡ്രസ്സുകൾ അത് നല്ല നീറ്റാക്കി തേച്ച് മടക്കി, അതായത് വീട്ടിലിടാനും അതുപോലെ തന്നെ അവർക്ക് പുറത്ത് പോകുമ്പോൾ ഇടാൻ പറ്റിയതും അങ്ങനെയായിട്ട് തരംതിരിച്ചിട്ട് 2 കവറിലായിട്ട് അങ്ങനെ കൊടുത്തു വിടാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പം എനിക്ക് ഒരു നല്ല ദിവസം തുടങ്ങുമ്പോൾ നമ്മളൊരു നല്ല കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നൊരു സന്തോഷമുണ്ടല്ലോ, അത് നിങ്ങളെയും കൂടി എനിക്ക് അറിയിക്കാമെന്ന് തോന്നി. അപ്പം നിങ്ങളിതുപോലെ എന്താ പറയുക, എല്ലാവരെയും ഹെൽപ്പ് ചെയ്യാൻ നോക്കുക. നിങ്ങളിലുള്ളത് വെച്ചിട്ട്, നമ്മളിൽ ഒരുപാട് സമ്പത്തോ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഉള്ളത് വെച്ചിട്ട് നമ്മളിലും സാധാരണക്കാരുണ്ടാവും. ഞാനൊക്കെ മിഡിൽ ഫാമിലിയിലുള്ളതാണ്. അപ്പം അത്രയും ഒരു നേരമൊക്കെ ഭക്ഷണം കഴിച്ചിരിക്കുന്നുണ്ടാവും. ഒരു തുണി തന്നെ ഒരാഴ്ച യൂസ് ചെയ്യണം, ഒരു മാസം യൂസ് ചെയ്യണവരൊക്കെ ഉണ്ടാവും. അപ്പം അവർക്കൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റിയത് കുറേ കാശ് മുടക്കി കുറേ തുണികൾ വാങ്ങിച്ചു കൊടുക്കാമെന്നല്ല, നമ്മുടെ കയ്യിലുള്ളത് നമ്മൾ ഇടാത്തത് നല്ല നീറ്റായിട്ടുള്ളത്, എന്താ പറയുക, നമ്മൾ യൂസ് ചെയ്യാത്ത ഡ്രസ്സുകളൊക്കെ ഉള്ളത് നമ്മൾ നല്ല ക്ലീൻ ചെയ്ത് നല്ലതായിട്ട് തേച്ച് മടക്കി അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത്രയും സന്തോഷമാണ്. അതിട്ടിട്ട് അവർ എത്ര പേര് പുറത്ത് പോകുന്നുണ്ട്, പുറത്ത് പോകാനൊന്നും ഡ്രസ്സില്ലാണ്ടൊക്കെ. അപ്പം അങ്ങനെയുള്ളവരൊക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുക. അപ്പം നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.